ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെയിൻ. ഡിസംബറിൽ ടൊളേദോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ടൊളേദോന്റെ മാർക്കറ്റാണ് കത്തീഡ്രലിൽ കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ ടൊളേദോ സെന്ററിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഒരു 15 മിനിറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ കണ്ടില്ലേ എന്ത് തിക്കും തിരക്കുവാണെന്ന്. ഈ ഡിസംബർ മാസത്തിലൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ. അതുകൊണ്ട് തന്നെ സ്പെയിൻ സന്ദർശിക്കാൻ എത്തുന്നവര് ഒരുപാടാണ്. ഓരോ വർഷവും ഡിസംബറിൽ സ്പെയിനിലേക്ക് മൊത്തം എത്തുന്ന ജനത തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കേണ്ടി വരില്ല. നമ്മളെ താങ്ങിക്കൊണ്ട് അങ്ങോട്ട് പൊക്കോളും. ഒഴുക്കിനൊത്ത് നമ്മൾ നീന്തിയാൽ മതി. ഓരോ കോർണറിലും പാട്ടും ഡാൻസുമായിട്ട് ഒരുപാട് ഗായകരും നർത്തകന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് ടൊളേദോയുടെ നഗരത്തിലേക്കുള്ള കവാടത്തിന്റെ പുതിയ കിരീടം. ഇവിടെ ഊത്ത് പറഞ്ഞ ഊത്തുകാരൻ. അതപ്പോ അങ്ങനെ വെക്കണം. You are so cute. You are so sweet and cute. എന്താ പറയാനുള്ള ടൊളേദോ നഗരത്തിലേക്ക് വന്നിട്ട്? ടൊളേദോ നഗരം എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗ്രാമമാണ്. അതുകൊണ്ട് നല്ലതാണ്. നമ്മള് പോയ നഗരത്തിനേക്കാളും നല്ല ഭംഗിയില്ലേ? സെഗോവിയനേക്കാളും ഭംഗിയില്ലേ? ഗ്രാമത്തെക്കാളും നല്ല ഗ്രാമമാണ് അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ടൊളേദോ നഗരത്തിന്റെ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ വലിയ ഗ്ലോബാണ്. അപ്പൊ നിങ്ങളെ ഗ്ലോബ് നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. 2023-ലും 22-ലും 20-ലും 21-ലും ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. പുൽക്കൂടില്ല, അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒന്നുമില്ല. പക്ഷേ ഇതൊരു ഇരുണ്ട ഒരു അന്തരീക്ഷം പോലെയാണ് ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇത് നല്ല ഭംഗിയുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം പണ്ട് ഇതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടതുകൊണ്ട് ഇവിടെ ഒരു അന്ധകാരത്തിൻ്റെ ഒരു പ്രതീതിയാണ്. പക്ഷെ പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൊക്കദോറിലെ കാഴ്ച. ഓരോ വർഷവും സൊക്കദോറിലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഭയങ്കര വ്യത്യസ്തമാണ്. എന്നാൽ ഈ പ്രാവശ്യം കുറച്ച് അന്ധകാരമായിപ്പോയി. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യങ്ങളും ടൊളേദോയിൽ കവാടങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മാലാഖമാരെ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നക്ഷത്രങ്ങളായിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ചന്ദ്രനായിരുന്നു, ഇപ്പം മാലാഖമാരാണ്. അപ്പം മാലാഖമാരുടെ ഒരു ഒത്തുകൂടൽ തന്നെയാണ് ഈ ഒരു കവാടം എന്ന് പറയുന്നത്. അപ്പോൾ കാസർഗോഡ് ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഈ കവാടം ക്രോസ് ചെയ്ത് മാത്രമേ കാസർഗോഡ് ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കവാടം. സൊക്കദോറിന്റെ ഈ കവാടത്തിൽ നിന്നാണ് പിന്നെ അലങ്കാരപ്പണികളൊക്കെ കത്തീഡ്രൽ വരെ നടക്കുന്നത്. ഇനിയുള്ളത് സൊക്കദോറിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കടകളാണ്. എല്ലാ പ്രാവശ്യവും ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് കടകളൊക്കെ ഉണ്ടാകും. വ്യത്യസ്തമായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ അവരിറക്കും. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഉള്ള റീത്തുകളും അതുപോലെ തന്നെ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ഇതാരും മേടിക്കില്ല എന്ന്. പക്ഷെ മേടിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കൂടുതലും വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ സ്പെയിൻ സന്ദർശിക്കാൻ എത്തുന്ന ആളുകളാണ് മേടിച്ചുകൊണ്ട് പോവാറ്. അവർക്കൊക്കെ ഇതൊരു കൗതുകം തന്നെയാണ്. ഡ്രസ്സ്, ഓർണമെന്റ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സംഭവവും ഇവിടെ കിട്ടും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കത്തീഡ്രലിലാണ് അവസാനിക്കുന്നത്. ഈ ഒരു സെന്റർ സ്ക്വയറിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഗ്ലോബ് കാണാൻ സാധിക്കുന്നത്. ഈ പ്രാവശ്യം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്ലോബാണ് ഉള്ളത്. എല്ലാ പ്രാവശ്യവും ഗ്ലോബ് ഉണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ ഗ്ലോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് കുറവാണ്. സൊക്കദോർ എന്ന് പറയുന്ന ആ പ്ലാസയ്ക്ക് ഒരു അന്ധകാരം നൽകുന്നു. എന്തായാലും ഗ്ലോബിന്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ടുപേരും കയറിയില്ലായിരുന്നു. ആളുകളൊക്കെ പോകാൻ വേണ്ടി കാത്തിരുന്നു. ദേ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ തോന്നുന്നില്ലേ? ഒരു ലവ് ചിഹ്നം ഒപ്പിക്കാൻ പെടുന്ന പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും ഒരു ലൈറ്റ് മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള കളർ ലൈറ്റുകളൊക്കെയാണ് ഈ ഗ്ലോബിലുള്ളത്. ഇതിന്റെ ഉള്ളില് കയറുമ്പോ രസമുണ്ട്. വേറൊരു പ്രത്യേകത പോലെ അല്ലേ? ഗ്ലോബിന്റെ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു അനുഭൂതി പോലെയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടൊളേദോയിലെ ഡിസംബർ മാസത്തിലെ വിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോ അടുത്ത വ്ളോഗിൽ ഉൾക്കൊള്ളിക്കാം. ഫസ്റ്റ് വ്ളോഗ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും till then take care, bye.